സോറി എ വൈഫ് ഫ്രം ദ ഫ്യൂച്ചർ. കഥ കേട്ടാലോ? ആർട്ടിക്കിലേക്കുള്ള ഒരു കപ്പൽ യാത്ര. ഇവിടെ നിന്നും കഥ തുടങ്ങുന്നു. ജൊനാഥൻ എന്ന യങ് ഫോട്ടോഗ്രാഫർ തൻ്റെ ആർട്ടിക് യാത്ര കഴിഞ്ഞ് ക്രൊയേഷ്യയിലേക്ക് മടങ്ങി. അവിടെ എത്തിയിട്ടും അടുക്കും ചിട്ടയുമില്ലാതെ അവൻ വളരെ ദൂർത്തടിച്ച് ജീവിച്ചു. മദ്യപാനവും പുകവലിയും ഭക്ഷണകാര്യങ്ങളിലെ അശ്രദ്ധയും അവൻ്റെ ജീവിതം ആകെ കുഴഞ്ഞ പോലെയാക്കി. എന്നാൽ ഇവിടെ കഥ മാറി മറിഞ്ഞു. ഒരു ദിവസം ഉറക്കമുണർന്ന് അവൻ കാണുന്നത് സുന്ദരിയായ ഒരു പെൺകുട്ടി തൻ്റെ അടുത്തിരിക്കുന്നതാണ്. ഇതാണ് സോറെ. അവൾ പറഞ്ഞു താൻ അവൻ്റെ ഫ്യൂച്ചർ വൈഫാണെന്നും ഫ്യൂച്ചറിൽ നിന്നുമാണ് വരുന്നതെന്നും. അവനിതൊന്നും വിശ്വസിക്കാനായില്ല. അവളെ അവിടെ നിന്നും ഓടിക്കാൻ ശ്രമിക്കുന്നു. എങ്കിലും അവളൊരു വൈഫിനെ പോലെ അവനെ കെയർ ചെയ്യാൻ ആരംഭിച്ചു. അവൻ മറന്നുപോയ കാര്യങ്ങളിലും ഇനി ഫ്യൂച്ചറിൽ വരാനുള്ള അപകടങ്ങളെ പറ്റിയുമെല്ലാം സോറെ അവന് പറഞ്ഞു കൊടുത്തു. 8 വർഷങ്ങൾക്ക് ശേഷം അവൻ മരിക്കുമെന്നും അവൾ ഒറ്റയ്ക്കാവുമെന്നും പറഞ്ഞു. അവളുടെ മൂക്കിൽ നിന്നും ബ്ലഡ് വന്ന് അവൾ കുഴഞ്ഞു വീഴുകയാണ്. തൽക്ഷണം മരണപ്പെട്ടു. എന്നാൽ പെട്ടെന്ന് തന്നെ ഒരു ടൈം ലൂപ്പ് അവിടെ ഉണ്ടാവുകയാണ്. എന്നാൽ എല്ലാം ആദ്യം മുതൽ ആരംഭിക്കുന്നു. അവൾ അവനെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ പലതവണ ഈ ടൈം ലൂപ്പ് ഉപയോഗിച്ചു. എന്നാൽ ഓരോ വട്ടവും അവൻ തൻ്റെ ദുശീലങ്ങൾ തുടർന്നു. ഇത് കാരണം അവൾ അവനെ വിട്ടു പോകാൻ തീരുമാനിക്കുകയാണ്. അവളുടെ അസാന്നിധ്യം അവന് വല്ലാത്ത വേദനയായി മാറി. അങ്ങനെ അവളുടെ ആഗ്രഹം പോലെ അവൻ പുകവലി നിർത്തി. തൻ്റെ പിണങ്ങി കഴിഞ്ഞിരുന്ന അച്ഛനെ പോയി കണ്ട് മാപ്പ് പറഞ്ഞു. അപ്പോഴും അവന് നല്ല മിസ്സിംഗ് ഉണ്ട്. എന്നാലും അവൻ അവൾക്ക് വേണ്ടി മാറിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരിക്കലും ഒരു എക്സിബിഷനിൽ വെച്ച് അവൻ സൊറയെ വീണ്ടും കാണുന്നു. എന്നാൽ അത് ആ ടൈം പീരീഡിൽ ഉണ്ടായിരുന്ന സൊറയായിരുന്നു, തൻ്റെ ഭാര്യയായിരുന്നില്ല. അവൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ അവരുടെ കൈകളിൽ ഒരു ഷോക്ക് പോലെ ഫീൽ ചെയ്യാണ്. രണ്ടുപേരുടെ ഉള്ളിലും പഴയ ടൈം ലൂപ്പിലെ ഓർമ്മകൾ മുഴുവൻ മിന്നിമറിയുന്നു. അവർ തങ്ങളുടെ ഉള്ളിലെ സ്നേഹം തിരിച്ചറിയുകയുമാണ്. അങ്ങനെയാണ് സ്നേഹത്തിന് എത്ര വലിയ വിധിയെയും തോൽപ്പിക്കാനാവുമെന്ന് ഈ കഥ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.